ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ JEE എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്ന സമയമാണ്. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ ഇനി വേറെ ഒരു കാര്യം ആലോചിക്കരുത്. വളരെ പോസിറ്റീവായിട്ട് മോക്ക് സീരീസിലേക്ക് നിങ്ങളുടെ മാക്സിമം സമയം കൊടുക്കുക. ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ. ഒരു മോക്ക് സീരീസ് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്യണം. അതായത് ഏത് ക്വസ്റ്റ്യൻസിലാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം പോയത്, ഏത് ക്വസ്റ്റ്യൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് എനിക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, എനിക്ക് അത്ര സ്ട്രോങ് അല്ലാത്ത ചാപ്റ്റർ ഇന്നതാണ്, അല്ലെങ്കിൽ ഇന്ന പോർഷൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുക. ആ ചാപ്റ്ററിന്റെ ഷോർട്ട് നോട്ട് കൂടുതൽ വായിക്കുക. ഇതൊക്കെയാണ് അവസാന സമയം നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. JEE 2025 ഫസ്റ്റ് ഫേസ് എഴുതാൻ പോകുന്ന എന്റെ വിദ്യാർത്ഥികളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ 4ാമത്തെ മോക്ക് സീരീസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് 3 മോക്ക് സീരീസ് നടന്നിരുന്നു. ആ മോക്ക് സീരീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. മക്കളെ, 4ാമത്തെ മോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ അത് ഡൗൺലോഡ് ചെയ്യാം. 1 മണിക്കൂർ ടൈം സെറ്റ് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് 25 ക്വസ്റ്റ്യൻസ് മാക്സിമം അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്, 1 അവർ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 അവർ ഇരിക്കണം. അല്ലാതെ ചുമ്മാ ഒരു പേരിന് വേണ്ടി ഇരിക്കുക. ഇത് കാര്യം ഒരു എക്സാം സെന്ററിലൊന്നും വെച്ചല്ല ഞങ്ങൾ ഇത് നടത്തുന്നത്. നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ മാക്സിമം എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതൊരു PDF ആക്കുന്നതും അത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ. നമ്മൾ നല്ല രാപകൽ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങളും ബുദ്ധിമുട്ടാൻ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ JEE പോലെ നീറ്റ് പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മളുടെ അടുത്ത് ഒരു കാരണവശാലും എത്തത്തില്ല. കഷ്ടപ്പെടുന്നതിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ നീറ്റ് JEE എക്സാമുകൾ. സോ മക്കളെ, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത, നിങ്ങൾ ഉറപ്പായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് 1 അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി മാറ്റി വെച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പൊ എന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് എക്സാം എഴുതിയതിനു ശേഷം എന്ത് വേണം? ഇതിന്റെ സൊല്യൂഷൻ വേണം. സൊല്യൂഷൻ എവിടെ കിട്ടുമെന്ന് അറിയാലോ. സാധാരണ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇനി 2-3 ദിവസം കൂടെ നമുക്ക് എക്സാമിലേക്കുള്ളൂ. സോ അതിന്റെ സൊല്യൂഷൻ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് educator_edu ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ കയറി നോക്കുക, അത് ഫോളോ ചെയ്യുക. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ ബയോയിൽ നോക്കിയാൽ മതി. ബയോയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ കാണാൻ പറ്റും. ആ ബയോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ലിങ്കും അതേപോലെ താഴെ നിന്ന് പോപ്പ് പോലെ വരും. അപ്പൊ യൂട്യൂബിന്റെ ലിങ്ക്, തൊട്ട് മുമ്പ് നടന്ന 3rd സീരീസിന്റെ 3rd മോക്ക് ടെസ്റ്റിന്റെ സൊല്യൂഷൻ കിട്ടും. അതേപോലെ ഇപ്പൊ നടക്കാൻ പോകുന്ന 4th മോക്ക് ടെസ്റ്റിന്റെ സൊല്യൂഷനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ബയോയിൽ ചെക്ക് ചെയ്താൽ മതി. ഉറപ്പായിട്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ആ സൊല്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നേരെ ഫോട്ടോ എടുക്കുക, വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ DM ചെയ്യുക. ഞങ്ങൾ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.